ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ, 2024 വന്നു, 2024 പോവാൻ ഇനി 5-6 ദിവസങ്ങളേ ഉള്ളൂ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. 2024 എനിക്ക് പറയത്തക്ക എന്താ പറയുക, വലിയ അനുകൂലമുള്ള ഒരു വർഷമൊന്നും അല്ലായിരുന്നു. എനിക്ക് ക്രിസ്മസ് ആണ് വരാൻ പോകണമെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ക്രിസ്മസ് അനുഭവങ്ങളും ഓർമ്മകളെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ക്രിസ്മസ് വലുതായിട്ട് കാര്യങ്ങളൊന്നും ആഘോഷിക്കാറൊന്നുമില്ല. എനിക്ക് ഓർക്കുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്മസിനൊക്കെ 10 ദിവസം വെക്കേഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് ആ ഒരു ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ക്രിസ്മസ് ആകുമ്പോൾ ഒരു വെക്കേഷൻ കിട്ടുമല്ലോ. 10-ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഒന്ന് വെക്കേഷൻ കിട്ടിയാൽ മതിയെന്ന്. ചില പരീക്ഷകളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ബാക്കി 2 പരീക്ഷകൾ വരിക. ചിലപ്പോൾ മൊത്തവും പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ക്രിസ്മസിൻ്റെ അവധി വരിക. എങ്ങും പോകാനൊന്നും ഞങ്ങൾക്കില്ല, പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് മടി പിടിച്ച് കിടന്ന് ഉറങ്ങാം, മടി പിടിച്ച് ഇരിക്കാം, പോകണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷമൊക്കെയാണ്. വീട്ടിലങ്ങനെ ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല. ഒരു കേക്ക് മേടിക്കും, പ്ലമ്മിൻ്റെ ഒരു കേക്ക് അച്ഛൻ മേടിക്കും. ഇപ്പം അത് പ്ലം കേക്കൊക്കെ മാറിയിട്ട് ഇപ്പോൾ ക്യാരറ്റ് കേക്കായി. ഇപ്പം അച്ഛൻ അതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഇപ്പം അച്ഛൻ അതാണ് മേടിച്ചിട്ട് വരാറ്. ആദ്യം ഒരു ചെറിയൊരു 500 ഗ്രാമിൻ്റെ ഒരു ചെറിയ പ്ലം കേക്ക് മേടിച്ചിട്ട് വരും. അത് ഞങ്ങൾ കട്ട് ചെയ്ത് 4 പേരും കൂടി കഴിക്കും. കൊടുക്കാനൊന്നും ആരുമില്ല. ചിലപ്പോൾ ആരെങ്കിലും അന്നേരം ഗസ്റ്റായിട്ട് വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ ആഘോഷം എന്ന് പറയാനായിട്ട്. പിന്നെ ചെറിയൊരു സ്റ്റാറും കൂടി തൂക്കുവേ, ഏതെങ്കിലും ചെറിയ പൈസ കുറവുള്ള ഒരു സാധാരണ ഒരു വലിപ്പത്തിലുള്ള ഒരു സ്റ്റാറും കൂടി. അതിനകത്തൊരു ബൾബൊക്കെ ഇട്ടിട്ട് അച്ഛൻ ഫിറ്റ് ചെയ്ത് വെക്കും. ചിലപ്പോഴാണ് അതും ഏതെങ്കിലുമൊക്കെ വർഷങ്ങളിലൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ. അങ്ങനെ പറയത്തക്ക എല്ലാ വർഷവും ചെയ്യും അങ്ങനെ പറയാൻ പറ്റത്തുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, പോവാനും എങ്ങും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. പക്ഷേ അന്നുള്ള ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു മനസ്സമാധാനം എന്തൊക്കെയോ ഒന്നും ഞാൻ അനുഭവിച്ചിരുന്നു. അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല വാക്കുകൊണ്ട്. പക്ഷെ ഇപ്പം എനിക്കതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ജ്വാലയായി വലയും ആ സീരിയലൊക്കെ ഉള്ള കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും അതൊക്കെ ഇപ്പോഴും നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കത് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ക്രിസ്മസ് ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പം എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് മേടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഞാനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്താ പറയുക, എനിക്ക് അങ്ങനെ മേടിക്കാനൊന്നും ആഗ്രഹം തോന്നാറില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇറച്ചിയൊക്കെ മേടിച്ച് അങ്ങനെ കറി വയ്ക്കണം അങ്ങനെയൊന്നും എനിക്കൊന്നും തോന്നുന്നൊന്നുമില്ല. എന്താ പറയുക, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു ചെറിയ പ്രായം, ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രായം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുക. ഇത് ഞാൻ പലരുടെയും വീഡിയോസിൽ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അയ്യോ ചെറുപ്പകാലമാണ് നല്ലത്, നമ്മുടെ ബാല്യമാണ് നല്ലതെന്നൊക്കെ ഞാൻ പലരുടെയും വീഡിയോസിൽ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് +2 കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രി കഴിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. നിങ്ങളും അങ്ങനെയാണോ വിചാരിച്ചുകൊണ്ടിരുന്നത്? പക്ഷെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞത്, ഇപ്പോൾ കുടുംബമൊക്കെ ആയി, എനിക്കൊരു മോളായി, അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓരോ ക്രിസ്മസും അല്ലെങ്കിൽ ഓരോ ഓണക്കാലവും ഒക്കെ വരുമ്പോഴും ഞാൻ വിചാരിക്കും, ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് പഴയ കാലം എനിക്ക് കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും അന്ന് നല്ല സന്തോഷമായിരുന്നല്ലേ. ഒരു 90 കിഡ്സിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു. എന്താ പറയുക, ഓണം ഇതെല്ലാം നമുക്ക് എന്താ പറയുക, ആ ഒരു പീരീഡ്, ആ ഒരു വെക്കേഷൻ പീരീഡ് തീർന്നു പോവല്ലേ എന്ന് ആഗ്രഹിച്ചൊരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ വേറൊരു ക്രിസ്മസും കൂടി കഴിഞ്ഞു പോവുകയാണ്. ഇനി അടുത്ത 2025 വരാൻ പോണതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ഓരോ വർഷം പോകുന്തോറും നമ്മുടെ വയസ്സും കയറി പോവുകയാണല്ലോ, നമ്മുടെ മക്കളും വലുതായി വരുവാണല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. ആ പ്ലം കേക്കിനുള്ള ടേസ്റ്റോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എത്ര വില കൂടി മേടിച്ചാലും അന്നത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടോ കരോത്സംഗം വരും. ചെറുപ്പത്തിലൊന്നും നല്ല +2ലും ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കരോത്സംഗം വരുമ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന് അറിയോ, ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വരിക. വീടിൻ്റെ കുറേ അടുത്തൊക്കെ ഉള്ള പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ ഡ്രസ്സൊക്കെ ആക്കിയിട്ട് അവർ ചെറിയ തകരപ്പാട്ടൊക്കെ എടുത്ത് കൊട്ടിക്കൊണ്ടാണ് വരുന്നത്.
അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും, എന്നിട്ട് വാതിലടച്ച് മിണ്ടാണ്ട് നിൽക്കും കേട്ടോ. കാരണം അന്നൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല. പണ്ടുള്ളവർക്ക് അങ്ങനെ പറഞ്ഞ കലോത്സവം വരുമ്പോഴേ ക്യാഷ് എന്തെങ്കിലും കൊടുക്കണ്ടേ, 10 രൂപയിലും കൊടുക്കാൻ വേണ്ടേ, അതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അതൊക്കെ ഇപ്പം ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ആഘോഷിക്കാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. സാധാരണ വാതിലൊക്കെ തുറന്നു കഴിയുമ്പോൾ അവരിങ്ങനെ കൊട്ടിപ്പാടുകയൊക്കെ ചെയ്യുക, പൈസയൊക്കെ കൊടുത്താലോ കൊട്ടിപ്പാടുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം അന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വീട്ടിൽ അവർ അങ്ങനത്തെ പാട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവർ ആ വീട് സ്കിപ്പ് ചെയ്തിട്ട് അവരങ്ങ് പോകും. നമ്മളിത് പോണ വരെ ജനലെ തൂങ്ങി ഇങ്ങനെ നോക്കി നിൽക്കും അവർ പോകുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ചിലപ്പോൾ കൊട്ടി പാടുന്നുണ്ടാവും. അപ്പം നമ്മൾ ലൈറ്റിങ് എടുത്തിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും ആ പാട്ട്. അതൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലിങ്ങനെ ഓർമ്മ വരും കേട്ടോ. എനിക്ക് ഓരോ ക്രിസ്മസ് കാലം ആകുമ്പോഴും എനിക്കിതിങ്ങനെ ഓർമ്മ വരും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ ഒന്ന് പറയണേ. ചാച്ചൻ്റെ ഓർമ്മയിൽ എന്ത് ചോദിച്ചാ ക്രിസ്മസ് ഓർമ്മകളും കാര്യങ്ങളൊക്കെ? ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയുള്ള ഓർമ്മയാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ എന്താണ് ഉണ്ടാവുക, പൈസ ഒന്നും കൊടുക്കാണ്ടാവുള്ള കരോളുകാർ വരും. അപ്പോൾ ദൂരെ നിന്ന് കൊട്ട് കേൾക്കുമ്പോഴത്തേക്കിന് അവിടെ നമ്മുടെ അവിടുത്തെ പള്ളിയുണ്ട്, പിന്നെ അങ്ങനെ ക്ലബ്ബൊക്കെ ഉണ്ട്. 2-3 ടൈപ്പ് കരോൾ സംഘങ്ങൾ വരും. അപ്പോൾ കരോൾ സംഘങ്ങൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കും. ഒന്നുമില്ല, കൊടുക്കാൻ പൈസ ഒന്നുമില്ല, അവിടെ മിണ്ടാണ്ടിരിക്കും. പിന്നെ ക്രിസ്മസ് കേക്ക് വീട്ടിലൊന്നും അങ്ങനെ ക്രിസ്മസ് കേക്ക് പോലും മേടിക്കാറില്ല. പിന്നെ എൻ്റെ കുഞ്ഞു പരുവത്തിൽ അമ്മൂമ്മ പണിക്ക് പോകുന്ന വീടുകളുണ്ട്. അപ്പം അമ്മൂമ്മയുടെ പണിക്ക് പോകുന്ന വീട്ടിൽ നിന്നൊക്കെ ക്രിസ്മസ് കേക്ക് കൊടുക്കും. അപ്പോൾ ആ കേക്ക് പുള്ളിക്കാരി പൊതിഞ്ഞോണ്ട് വരും എനിക്കും എൻ്റെ ചേട്ടനും തരാൻ വേണ്ടി. അപ്പോൾ അത് മേടിച്ച് കഴിക്കും. ചെറിയൊരു പീസൊക്കെ കിട്ടത്തുള്ളൂ, സ്ലൈസ് ആയിട്ടുള്ളത്. നമ്മുടെ കുടുംബക്കാരൊക്കെ, അമ്മയുടെ കുടുംബക്കാരൊക്കെ വലിയ വീട്ടുകാരൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും നമുക്കൊന്നും തരത്തില്ല. അവിടെയൊക്കെ ക്രിസ്മസ് കേക്കൊക്കെ അവരെ ഉണ്ടാക്കുക വരെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് തരത്തില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ചെറിയ ചെറിയ കേക്കുകൾ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും തരുന്ന ചെറിയ പീസ്, അല്ലെങ്കിൽ താഴത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ ക്രിസ്മസിന് ആർക്കും കൊണ്ട് കൊടുത്ത കേക്കുകളൊക്കെ നമുക്ക് ചെറിയൊരു പീസ് കിട്ടി. ഭയങ്കര കൊതിയായിരുന്നു ആ പ്ലം കേക്ക് കഴിക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ പ്ലം കേക്ക് ഇവിടെ എടുത്തിട്ട് എറിയോ, ആർക്കും വേണ്ട. പക്ഷെ അന്ന് ആ ഒരു പ്ലം കേക്കിന്റെ ഒരു ചെറിയൊരു പീസ് കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്. ആ ഒരു മണം, ആ പ്ലം കേക്ക് പൊതിഞ്ഞുകൊണ്ടിരുന്ന ഒരു പേപ്പറിന്റെ ഒരു മണമുണ്ട്. അയ്യോ, അതിന് വരെ ഒരു മണമാണ്. അതുവരെ ചവച്ച് തിന്നിട്ടുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഒരു കാലമാണ്. ഇപ്പൊ എനിക്ക് പക്ഷെ ആരെങ്കിലും അങ്ങനെ എനിക്ക് ആരെങ്കിലും കണ്ടാ എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നാറുണ്ട്. ആഹാരം, എനിക്ക് ആഹാര സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ, എനിക്ക് ആരും കൊടുക്കാനില്ല എൻ്റെ കേട്ടോ ഇവിടെ. പക്ഷെ ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്ക് ആരെങ്കിലും ഒക്കെ കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ആ ഒരു ഫ്ലാറ്റ് ലൈഫ് അല്ലേ, ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ച് കഴിക്കുന്ന പരിപാടികളൊക്കെ കുറവാണ്, വളരെ കുറവാണ്. എനിക്ക് അങ്ങനെ ചെറുപ്രായത്തിൽ എനിക്ക് ആഹാര സാധനങ്ങളൊന്നും അധികം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പുത്തൻ ഉടുപ്പുകൾ കിട്ടിയിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്കൊരു ഉടുപ്പൊക്കെ മേടിക്കും, അല്ലെങ്കിൽ എനിക്ക് ഉടുപ്പില്ലാത്ത ആരെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും കാണുമ്പോൾ എനിക്കപ്പോൾ ഭയങ്കര മനപ്രയാസമാണ്. ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അന്നേരം ഓടിപ്പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും പട്ടിണി ഇരിക്കുന്നു, അല്ലെങ്കിൽ വിശപ്പാണ്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് വിഷമമാണ്. അതുപോലെ ഉടുപ്പില്ലായ്മ, അതൊക്കെ എനിക്ക് ഭയങ്കര വിഷയമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഇത് കിട്ടുമായിരുന്നു, എന്താ തൊഴിലില്ലാ വേതന കണ്ട് കിട്ടുമായിരുന്നു അന്ന കാലത്ത് കേട്ടോ. ഒരു 19 ആ ടൈമിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 98, 19 ആ ഒരു സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തൊഴിലില്ലാ വേതനം അങ്ങനെ എന്താണ്ടാണ് അതിൻ്റെ പേര്, തൊഴിലുറപ്പല്ല കേട്ടോ. അന്ന് തൊഴിലുറപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ വേതനം കിട്ടിയപ്പോൾ സാറെങ്ങാണ്ട് പൈസയുള്ളൂ, 200-250 രൂപയൊക്കെ ഉള്ളൂ. 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ കണ്ടാൽ കിട്ടുന്ന ഈ ക്രിസ്മസ് അതുപോലെ ഓണം അതുപോലെയൊക്കെ വരുമ്പോഴാണ് കിട്ടുക. അത് ചെറിയൊരു തുക കിട്ടുന്നതാണ്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഓരോ ജോഡി ഡ്രസ്സ് മേടിക്കാം എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനൊന്നും ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും വാങ്ങിച്ചു തരത്തില്ല കേട്ടോ. കാരണം അതിനോളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഈ 98, 2000 ഞാൻ മാത്രമേ ഉള്ളൂ. 2004 എൻ്റെ അനിയത്തി ഉണ്ടാവുന്നത്. അപ്പം അപ്പോഴൊന്നും അമ്മയ്ക്ക് ഇല്ല, ഈ തൊഴിലാ വേതനം ഒന്നും കിട്ടുന്ന സമയമല്ല. അമ്മ പിന്നെ അന്നേരമൊക്കെ പണിക്ക് പോകുന്ന സമയം. അന്നേരം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കുറവാണ്. ഓരോ ജോഡി 8 ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. എല്ലാവരും കിടന്ന് ക്ലാസ്സിൽ എല്ലാ പിള്ളേരും അലമുറ ഇട്ട് പറയും, അയ്യോ ബുധനാഴ്ച ഞങ്ങൾക്ക് കളർ ഇടണേ എന്ന്. ഞാൻ മിണ്ടാതിരിക്കത്തുള്ളൂ. കാരണം ഈ ഒരു ഡ്രസ്സ് വെച്ച് നമ്മൾ എന്തോ ചെയ്യാനാ? എത്ര ബുധനാഴ്ച ഈ ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകും. ഞാനൊക്കെ മടിച്ചിട്ടുണ്ട് ഈ ബുധനാഴ്ച സ്കൂളിലൊന്ന് പോവാൻ. അപ്പൊ അതൊക്കെ ഇപ്പൊ എനിക്ക് ഓർമ്മ വരും. ഇതെല്ലാം ഓർത്ത് വരുമ്പോ എനിക്ക് അതെല്ലാം ഓർമ്മയാ. ബുധനാഴ്ചയാണോ എന്ന് ചോദിക്കും.
അയ്യോ മറന്നു പോയിട്ടോ എന്ന് പറയും. അല്ലാണ്ട് എന്തോ ചെയ്യാനാ, നമുക്ക് കുട്ടികളല്ലേ, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാലോ ഒരു പേടിയാ. സത്യം പറഞ്ഞാൽ എന്തൊരു കുറ്റം ചെയ്ത പോലെയായി. ബുധനാഴ്ചയായിട്ട് കളർ ഡ്രസ്സ് ഇടാണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരു കുറ്റം ചെയ്ത പോലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ നമ്മളിങ്ങനെ നോക്കാട്ടോ. അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഈ ഒരു ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും ഉള്ളത് 10ാം ക്ലാസ്സിലൊക്കെയാണ്. കാരണം എനിക്ക് ആ സമയത്തൊക്കെ ഒന്നുമില്ല, ഇടാനും ഒന്നുമില്ല. ഈ ഫെയർവെൽ ഒക്കെ ഉണ്ടാവുന്നൊരു സമയമല്ലേ 10ാം ക്ലാസ്സിലൊക്കെ, അപ്പോഴൊന്നും ഒന്നുമില്ല, ഇടാനും ഇല്ല. അതൊന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു എക്സ്പെൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തുമില്ല ആ ഒരു സമയത്ത്. എന്താ പറയുക, എനിക്ക് ആ ഡ്രസ്സ് വേണം അമ്മ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ ഓണത്തിന് എനിക്ക് സെറ്റ് സാരി ഉടുത്തിട്ട് പോകണം, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ ഏതെങ്കിലും ഒരു പഴയ സാരി ഉടുത്തിട്ട് പോവുക, അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ വലിയ വലിയ സാരികളോ അവർ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങി കിട്ടി വരുമായിരിക്കും. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ല. എന്തോ ചെയ്യാൻ, എല്ലായിടത്തും അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അയ്യോ നീ എന്താ അങ്ങനെ ഇട്ടിട്ട് വരാഞ്ഞ്, അല്ലെങ്കിൽ നീ എന്താ. ഇപ്പോൾ ഒരു കളർ തീം ഉണ്ടാവും, അപ്പോൾ ആ തീമിനനുസരിച്ച് നീ എന്താ ഇട്ടിട്ട്. നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ വീട്ടിലത് മേടിച്ച് തരത്തില്ല. കാരണം ആ പൈസ വേണ്ടി വീട്ടിലൊരു കിലോ അരി മേടിക്കാമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയുള്ള വീട്ടുകാരായിരുന്നു. വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയാണ്, ചെറിയ തൊഴിലും ചെറിയ സാലറിയും എല്ലാം ഉള്ളൂ അന്നത്തെ കാലമല്ലേ. പിന്നെ പുൽക്കൂടൊക്കെ കാണുമ്പോഴേ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലേ പുൽക്കൂട്, ആ ക്രിസ്മസ് ആയി കഴിയുമ്പോൾ പുൽക്കൂട് കെട്ടിയിട്ട് ആഘോഷവും കാര്യങ്ങളൊക്കെ ഈ പാട്ടിലൊക്കെ കാണുമല്ലോ. ഞാൻ സിനിമയൊന്നും കാണലില്ലായിരുന്നു ചെറുപ്പത്തിൽ, കാരണം ഞങ്ങൾ കൊണ്ടുപോകത്തില്ല, അതിന് വേണ്ടിയുള്ള പൈസയൊന്നും വീട്ടിലില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ദൂരദർശനിലൊരു പാട്ടുകൾ വരും. ആ പാട്ടിലൊക്കെ ക്രിസ്മസ് ടൈമാണെങ്കിൽ ക്രിസ്മസിൻ്റെ ബേസ് ചെയ്ത് കുറേ പാട്ടുകൾ വരും. അപ്പോൾ അതിനകത്തൊക്കെ എൻ്റെ പുൽക്കൂട് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം പുൽക്കൂട് വീട്ടിൽ കെട്ടാനൊക്കെ, പക്ഷെ അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓലയുണ്ടല്ലോ, വീട്ടിൽ ചൂലുണ്ടാക്കാൻ വേണ്ടി ഓല ഇങ്ങനെ കീറും. അപ്പോൾ ആ ഓലയുടെ ഇച്ചിരി ആ ഒരു തുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ആ ഓല കീറും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇച്ചിരി ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് ഇങ്ങനെ പുല്ല് പോലെ ആകും. എന്നിട്ട് വെറുതെ കമ്പൊക്കെ ഉടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പൊള്ളി പുല്ലൊക്കെ വിതറിയിട്ട് ഇങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാനൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പഞ്ഞി വെച്ച് മഞ്ഞുണ്ടാക്കാൻ അങ്ങനെ ഒന്നും ഇല്ല വീട്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മണ്ണ് കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ണിയേശുവിനൊക്കെ പോലെ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഷേപ്പൊന്നും വരത്തൊന്നുമില്ല, പക്ഷെ ഒരു വഞ്ചി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറ്റി ഉണ്ണിയേശുവാന്നൊക്കെ പറഞ്ഞ് അങ്ങ് വയ്ക്കും. അതൊന്നും റെഡി ആവത്തൊന്നുമില്ല കേട്ടോ, ഒടിഞ്ഞും ചെരിഞ്ഞൊക്കെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു സന്തോഷം മാത്രമല്ല, എൻ്റെ അമ്മ ചീത്ത പറയുകയും ചെയ്യും, മണ്ണി കളിച്ചാൽ നല്ല അടി തരുകയും ചെയ്യും കേട്ടോ. പക്ഷെ എനിക്കൊരു ഹാപ്പിനെസ്, നമുക്ക് ആ ഒരു പ്രായത്തിൽ ആ ഒരു ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ഒരു ചെറുപ്പകാലത്തെല്ലാം പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നിങ്ങളുടെ ഇങ്ങനെ ആയിരുന്നോ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരുപാട് പഴയ ഓർമ്മകളാണ്. ഞാനിപ്പോഴും ആ പഴയ ഓർമ്മകളിൽ കിടക്കുവാണ്. ഇന്ന് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇപ്പം ഒന്നും എന്താ പറയുക, മാനസികമായിട്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല പുൽക്കൂട് ഉണ്ടാക്കണം. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ അതൊക്കെ ദൂർത്താണ്. അങ്ങനെയാണ് കേട്ടോ. അയ്യോ അതൊക്കെ ദൂർത്തല്ലേ, അതൊന്നും വേണ്ട. എന്തോരില്ലാത്തവരുണ്ടാവും. എന്നെപ്പോലെ അന്ന് പണ്ടത്തെ പോലെ ആ പണ്ടത്തെ എന്നെപ്പോലെ എന്തിനാ അത് അങ്ങനെ ദൂർത്തടിക്കുന്നേ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നുണ്ടാവും ക്രിസ്മസ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട്. ഒരു കേക്ക് പോലും, ഒരു പീസ് പറഞ്ഞ പോലെ ഒരു പീസ് കേക്ക് പോലും കഴിക്കാതെ എത്രയോ കുഞ്ഞു മക്കളുണ്ടാവും. അതൊക്കെ എനിക്കിങ്ങനെ ചിന്ത വരാറുണ്ട് എപ്പോഴും. എനിക്ക് പറയാനുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും ദാനമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ദൂർത്തടിച്ച് കളയണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓർഫണേജിനോ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടം പോലെ കിട്ടാണ്ട് കിടക്കുന്ന നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കൊരു കേക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണേ. കാരണം അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ പണക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ മുകളിൽ താഴോട്ട് നോക്കത്തേ ഇല്ല. കാരണം ഈ പാവപ്പെട്ടവരുടെ വിഷമോ അല്ലെങ്കിൽ പാവപ്പെട്ട പിള്ളേരുടെ വേദനകളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ആരെങ്കിലും കാണുവാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കാൻ. ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഉടുപ്പാണെങ്കിലും ഐഷുവിൻ്റെ ഉടുപ്പുകൾ, ഐഷു ഇടാത്ത ഉടുപ്പുകൾ വരെ ഞാൻ കൊടുക്കാറുണ്ട് പിള്ളേരെ കാണുമ്പോൾ. കാരണം ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ മറ്റുള്ളവർ തന്ന ഉടുപ്പുകളും അതുപോലെ മറ്റുള്ളവർ തന്ന ആഹാരവും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടേ. പ്ലം കേക്കിന്റെ ടേസ്റ്റ് അറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായേ? എനിക്കത് ക്രിസ്മസിന് ആൾക്കാർ കേക്ക് തട്ടിക്കളിക്കും, പക്ഷെ എന്നാലും ആർക്കും കൊടുക്കും. പറ്റുവാണെങ്കിൽ എല്ലാരും ആർക്കെങ്കിലും ഒക്കെ ഒരു കേക്ക് മേടിച്ചു കൊടുക്കുക. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്.
ഒരിക്കലും മറക്കത്തില്ല, എപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എനിക്കൊന്നും ആരും അങ്ങനെ മേടിച്ചു തന്നിട്ടില്ല, ഞാൻ അങ്ങനെ ഓർക്കുന്നതേ ഇല്ല. എനിക്ക് ആരെങ്കിലും ഒന്നും മേടിച്ചു തന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഉടുപ്പ് മേടിച്ചു തന്നതായിട്ടോ അല്ലെങ്കിൽ ക്രിസ്മസിന് ഒരു കഷ്ണം കേക്ക് തന്നതായിട്ടോ ഒന്നും ഓർക്കുന്നില്ല. അച്ഛൻ ഏതെങ്കിലും ഒരു ദിവസം ഒരു കേക്ക് മേടിച്ചു തന്നാൽ അതാണ്. അതും ഇത്ര മുട്ടക്കാച്ച് ഇത്ര ഉണ്ടാവത്തുള്ളൂ. അതും ഞങ്ങൾ 4 പേര് തമ്മി തല്ലി കൂടിയായിരിക്കും കഴിക്കുക. ചിലപ്പോൾ അച്ഛൻ പറയും, ഈ തമ്മിത്തല്ലൊക്കെ കാണുമ്പോൾ അച്ഛൻ പറയും അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയും. പക്ഷെ എന്നാലും അച്ഛനും കൊടുക്കും കേട്ടോ, ഞങ്ങളൊരു പീസൊക്കെ അച്ഛനും കൊടുക്കും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ക്രിസ്മസ് ഓർമ്മകൾ. ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമാവും, എന്താ പറയുക, ഒരുപാട് സന്തോഷമാവും. എന്നായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയുവാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു കേക്കും കൂടി ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും കേക്കൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഫാമിലികൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആഘോഷിക്കുന്നില്ലെന്ന് കണ്ടാൽ നിങ്ങളൊരു കേക്ക് അവർക്കും കൂടി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളോട് നേരുകയാണ് ഞാൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നാൽ ടാറ്റാ ബൈ. ഓക്കെ, സീ യു.